നമസ്കാരം. ശീഘ്രസ്ഖലനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണോ നിങ്ങൾ? അതുപോലെ തന്നെ ഇത് എന്താണെന്ന് മനസ്സിലാകാത്ത ഈ ഒരു വിഷയത്തെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇത് രോഗമാണോ, രോഗാവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളാണോ? അത്തരം ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എന്താണ് ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ പ്രീമെച്യൂർഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്? സാധാരണ നല്ലൊരു നോർമൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന സമയത്ത് അത് തൃപ്തിയാകാത്തതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് സ്ഖലനം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ പ്രീമെച്യൂർഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഇതിനെ പറ്റിയുള്ള നോളേജ് അല്ലെങ്കിൽ ഒരു ശരിയായ രീതിയിലുള്ള സെക്ഷൽ അവയർനെസ് കിട്ടാത്തതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ഒരു സെക്ഷൽ ലൈഫ് എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും ഈ ഒരു പ്രയാസം നമുക്ക് ഉടലെടുക്കുന്നത്. എന്താണ് കറക്റ്റായിട്ട് നമ്മൾ സെക്സിൽ സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്താണ് പ്രീമെച്യൂർഡ് ഇജാക്കുലേഷൻ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോർമലി ഒരാൾക്ക് സെക്ഷൽ കോണ്ടാക്റ്റ് നടന്ന്, അതായത് നോർമലി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് സെക്ഷൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഓർഗാസം നടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ പുരുഷന്മാരിൽ സ്ഖലനം സംഭവിക്കുന്ന ഒരവസ്ഥ. ഇത്തരം അവസ്ഥ സംഭവിക്കുന്നതോടുകൂടി തന്നെ പുരുഷന്മാരിൽ കൂടുതലായിട്ടും ഡെസ്പ് ആവുക, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ വരുമ്പോൾ അതുമായിട്ടൊരു സ്ട്രെസ്സ് ശരീരത്തിൽ അല്ലെങ്കിൽ മാനസികപരമായിട്ടും ഉടലെടുക്കുകയും അതുവഴി ഇതൊരു രോഗാവസ്ഥയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് പൊതുവെ കാണാറുള്ളത്. ഇത് സെക്ഷൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകളിൽ കൂടുതൽ, അതായത് റിക്കറൻ്റ് ആയിട്ട് സെക്ഷൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകളിൽ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് കുറഞ്ഞു വരുന്നതാണ് പൊതുവെ കാണാറുള്ളത്. വിവാഹം കഴിച്ചവരിലും വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളിലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രയാസം പൊതുവെ കാണാറുണ്ട്. എന്താണ് പ്രീമെച്യൂർഡ് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്? സാധാരണ നോർമലി ഒരു സെക്ഷൽ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തൻ്റെ പങ്കാളിക്ക് ഒരു രതിമൂർച്ച അല്ലെങ്കിൽ ഒരു ഓർഗാസം സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് പുരുഷന്മാരിൽ സ്ഖലനം സംഭവിക്കുന്നു. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രീമെച്യൂർഡ് ഇജാക്കുലേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് എപ്പോഴും പ്രീമെച്യൂർഡ് ഇജാക്കുലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? അത് നമുക്ക് വഴിയെ പറയാം. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക? നമുക്ക് പ്രീമെച്യൂർഡ് ഇജാക്കുലേഷൻ ഉണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇതിനെന്തെങ്കിലും നോർമലി കണക്കുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് സ്ഖലനം സംഭവിക്കാൻ എന്തെങ്കിലും കണക്കുണ്ടോ? സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഒരു 4 മിനിറ്റ് നമുക്ക് സ്ഖലനം, അതായത് 4 മിനിറ്റ് വരെ നമുക്ക് സ്ഖലനം സംഭവിക്കാൻ എടുക്കുന്ന ടൈം ഹെൽത്തിയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ സമയങ്ങളും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുതുതായിട്ട് മാരേജ് കഴിഞ്ഞ ഒരാളിൽ സ്ഖലനം സംഭവിക്കുന്നതിൻ്റെ അളവ്, അതായത് അവർക്ക് പ്രീമെച്യൂർഡ് ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ടെൻഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ നമുക്കിത് സംഭവിക്കാം. മാത്രമല്ല ഭാര്യയും ഭർത്താവും കറക്റ്റായിട്ടൊരു രീതിയിൽ നല്ലൊരു ബന്ധം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശീഘ്രസ്ഖലനം സംഭവിക്കാം. ഇനി ഇത് എപ്പോഴാണ് നമ്മളിതിനെ ഇതൊരു അസുഖമായിട്ട് കണക്കാക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഇത് നോർമൽ കണ്ടീഷനാണോ അൺകണ്ടീഷനാണോ അല്ലെങ്കിൽ നോർമൽ അല്ലാത്ത കണ്ടീഷനാണോ എന്ന് മനസ്സിലാക്കുക? സാധാരണ നമ്മളെപ്പോഴും, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു പങ്കാളി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും, അതായത് ഒരു സ്ത്രീയിൽ എപ്പോഴും ഓർഗാസം സംഭവിച്ചതിന് ശേഷം നമുക്ക് പുരുഷന്മാരിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ പുരുഷന്മാരിൽ സംഭവിക്കണം എന്നുള്ളതാണ് നോർമലി നമ്മൾ പറയുന്നത്. ഇനി ഇത്തരം അവസ്ഥകളിൽ നമ്മൾ പുരുഷന്മാരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത്. സാധാരണ വിവാഹം കഴിഞ്ഞ ആളുകളിൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു സെക്ഷൽ കോണ്ടാക്റ്റിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ളൊരു സെക്ഷൽ ലൈഫ് അറിയാത്തതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ നമ്മളുടെ ഒരു പവർ കാണിക്കണം എന്നുള്ളൊരു തിങ്കിങ് വരുന്ന സമയത്തൊക്കെ പുരുഷന്മാരിൽ പൊതുവെ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. ഇതിനെല്ലാം തന്നെ നമ്മൾ മൈൽഡായിട്ട് തന്നെ അതിനെ ഓവർകം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഇഷ്യൂസ് ഇല്ലാതാക്കാൻ സാധിക്കും. മിക്ക പുരുഷന്മാരിലും ചെറിയ ഒരു ഉദ്ദീപനം പോലും നടന്നാൽ പോലും ശീഘ്രസ്ഖലനം സംഭവിക്കുന്നത് കാണാറുണ്ട്. അതെല്ലാം തന്നെ കൂടുതലായിട്ട് ഒരു പക്ഷേ ഒരു മെൻ്റലി പ്രയാസം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു റെസ്ലെസ് പേഷ്യൻസിലാണ് കൂടുതലായിട്ട് കാണുക, അല്ലെങ്കിൽ ആങ്സൈറ്റി, ഒരു ബേജാറ് ഒക്കെ ഉള്ള ആളുകളുണ്ടാവില്ല. മിക്ക പുരുഷന്മാരിൽ അത്തരം കണ്ടീഷൻ ഉള്ള ആളുകളിൽ ഈ ഒരു ശീഘ്രസ്ഖലനം കാണാറുണ്ട്. പലപ്പോഴും ഇതൊരു പ്രോബ്ലംസ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശരിയായ രീതിയിൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് എപ്പോൾ നമുക്ക് ഭർത്താക്കന്മാർക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പങ്കാളിക്ക് തോന്നുന്നുണ്ടോ, ആ ഒരു അവസ്ഥകളിലാണ് ഇതൊരു സ്ട്രെസ് ആവുകയും അതുവഴി ഇതൊരു രോഗാവസ്ഥയിലോട്ട് പോവുകയും ചെയ്യുന്നത്.
ഇനി എങ്ങനെയാണ് നമുക്കിതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇത് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള വേറൊരു പ്രോബ്ലംസും നിലവിൽ ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റ്സ് വരെയൊക്കെ നമുക്ക് നോർമലി സ്ഖലനം സംഭവിക്കാൻ, സെക്ഷൽ കോണ്ടാക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 മിനിറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നോർമലി നമുക്കതിനൊരു സെക്ഷൽ ഡിസീസിൽ സെക്ഷൽ പ്രോബ്ലംസ് ഇല്ലാത്ത ഒരാളാണ് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഇത് തന്നെ നമുക്ക് എല്ലാ പാർട്ട്ണറുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റിലും നമുക്കിത് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് എപ്പോഴും പങ്കാളിയിൽ ഉണ്ടാകുന്ന മറ്റ് സ്ട്രെസ്സുകളും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പെൽവിക് ഓർഗൻസിൻ്റെ മസിൽസുകൾക്ക് വരുന്ന അയവും ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അത്തരം വിഷയങ്ങൾ എന്താ എന്നുള്ളത് കണ്ടെത്തിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടേ എന്ന് നിശ്ചയിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഒരു ഇത്തരം കണ്ടീഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടും ഒരു തൊട്ടടുത്ത ഒരു സൈക്യാട്രിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനൊക്കെ കണ്ടിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു സെക്ഷൽ അവെയർനെസ് വാങ്ങിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രോസസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശീഘ്രസ്ഖലനം സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ അതാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. അത്തരം വിഷയങ്ങളിൽ യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മാറ്ററിലോട്ട് പോകാം. ആദ്യമേ തന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ അടിവയറ്റിൽ കൊഴുപ്പ് കെട്ടിക്കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൊടവയറുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കുറക്കാൻ പാകത്തിന് മറ്റു കാര്യങ്ങൾ നിങ്ങൾ റെഡി ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ നമ്മൾ ഓക്സിറ്റോക്സിൻ അല്ലെങ്കിൽ ഡോപ്പാമിൻ ഹോർമോണുകളുടെ അളവുകൾ കൂട്ടുക. അതൊക്കെ എങ്ങനെയാണ് കൂട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പങ്കാളിയിൽ ഉണ്ടാകുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു മ്യൂച്വൽ പവറും അല്ലെങ്കിൽ ഒരു അകൽച്ച ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിധിവരെ നമുക്കൊരു ആശ്വാസം കണ്ടെത്താൻ പറ്റാറുണ്ട്. പൊതുവേ നമുക്ക് പ്രീമച്വേർഡ് ഇജാക്കുലേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഉദ്ധാരണ പ്രോബ്ലംസ് ആണെങ്കിലും നമ്മൾ ഒരു പരിധിവരെ